അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ 55-ാമത്തെ ബാബ്. ബാബ് ഫദ്ലി സുഹുദി ഫിദ് ദുനിയ വൽ ഹിത്തി അല തഖല്ലുലി മിൻഹാ വഫദ്ലിൽ ഫഖർ. ഈ വിഷയത്തിൽ, അതായത് ഒന്ന്, സുഹുദിന്റെ ശ്രേഷ്ഠത, ദുനിയാവിൽ സുഹുദിന്റെ ഫള്, അതിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന ബാബ്. രണ്ട്, വൽ ഹിത്തി അല തഖല്ലുലി മിൻഹ, ദുനിയാവിൽ നിന്ന് തഖല്ലുൽ, കുറഞ്ഞത് മാത്രം, അത്ര കുരുടി എടുത്തോളാം, കുരുടിയായത് സ്വീകരിച്ചോളാം എന്നതിന് മേലെ പ്രേരിപ്പിക്കുന്ന ബാബ്. ആഡംബരങ്ങളെ ഒഴിവാക്കുക എന്നർത്ഥം. പിന്നെ ഫക്കറുടെ ദാരിദ്ര്യത്തെ ശ്രേഷ്ഠത. ഫക്കർ വെച്ചെങ്കിൽ ദാരിദ്ര്യ എന്നത് ആക്ഷേപിക്കപ്പെട്ടതുണ്ട്. രണ്ട് ഇതുണ്ട്. ഒന്ന്, ഫക്കർ ചെന്നെങ്കിൽ അവൻ്റെ ആവശ്യത്തും അവനക്ക് മെയ്യാവിടത്തരം മാത്രം ഇക്കിട്, ഇത് നല്ലതായിട്ടിക്കിട്. പിന്നൊന്നുണ്ട്, ഒന്ന് ആരട്ടെയും കേക്കിടെങ്കത്തെ ഒരവസ്ഥ ദാരിദ്ര്യത്തെ കീലമട്ടത്തേക്ക് പോയിക്കൊണ്ട് അത് ആക്ഷേപിക്കപ്പെട്ടതായിട്ട്, അത് നല്ലതല്ല. അവനക്ക് മെയ്യാവിടത്ര ദുനിയാവിൽ കിട്ടുക എന്നുള്ളത് അത് ഫക്കറായിട്ടിക്കിട്. അതുക്കും ശ്രേഷ്ഠതയുണ്ട്. അതിലെ ശ്രേഷ്ഠത ദുനിയാവിൽ നിന്ന് കുറഞ്ഞത് അതായത് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക, മെയ്യാക്കുക. അപ്പം ഇതിലെ ശ്രേഷ്ഠതയെ വിവരിക്കണേ ബാബായിട്ടിക്കിടും. തുടക്കത്തിൽ തന്നെ ഖുർആന്റെ ഒരുപാട് ആയത്തുകളെ വിവരിക്കണം. ഇൻഷാ അല്ലാഹ് ആയത്ത് നമുക്ക് വിവരിക്കാം. ചാനലിക്ക് പുതിയ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഖാല അല്ലാഹു തആല, തുടക്കത്തിൽ കൊണ്ടുവന്ന ആയത്ത്, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, നിശ്ചയമായിട്ടും ദുനിയാവുടെ ജീവിതത്തിലുള്ള ഉദാഹരണം, കമാ ഇൻ, ആകാശത്തിൽ നിന്ന് ഇറക്കിയ മല പോലെ, കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തിൽ നിന്നും ഇറക്കിയ മല വന്നതുപോലെ. അതാ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, മല വന്നിട്ടാകുമ്പോൾ ഭൂമിയിൽ ചെടി തൈകളെല്ലാം കുടിച്ചിട്ട് കൂടിക്കലർത്ത്. എങ്ങനത്തേത്? മിമ്മായ ഉക്കുലുന്നാസു അൽ അൻആം, മനുഷ്യന്മാർ തിന്നുന്നതും ആവുട്, മൃഗങ്ങൾ തിന്നുന്നതും ആവും. കൃഷികളെല്ലാം ഭൂമിയിൽ കുടിച്ചു പണ്ട് മല വന്നിട്ടാണ്. ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹ, അങ്ങനെ ആ ഭൂമി ഇരി പച്ച പിടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കാണുക ചന്താവും. വസ്സയ്യനത്ത് വദന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ, അപ്പം ഈ കൃഷിയാക്കിയ ആളുമാർ ഇതിലെ പച്ച കണ്ട്, ഇതിലെ ചന്ത കണ്ട്, ഞങ്ങൾക്കല്ല അതിലെ കൊയ്തെടുക്കുകയും മുറിച്ചെടുക്കുകയും കൃഷി അതാക്കിയത് ഞങ്ങൾക്ക് എടുക്കുകയാവുള്ളൂ എന്ന് അങ്ങ് ബേരിക്കിടറും. അത്താഹ അമ്രുന ലൈലൻ ഔ നഹാറ, ജാവോ പോലോ ആവുമ്പത്തുക ഞങ്ങളുടെ ശിക്ഷ ಅದಕ್ಕೆ ಬಂತು. ഫജഅൽനാ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ്, അങ്ങനെ ഞങ്ങളുടെ ശിക്ഷ എന്തെങ്കിലും കാത്തോ ഇതോ വന്നിട്ട് എല്ലാം പൊളിഞ്ഞ് പൊടിപ്പൊടിയായി പോയി. പിത്യാനം ഇന്നാലില്ലാത്തതുപോലെയുണ്ട്. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, ഇതേപോലെ ഞങ്ങൾ ഉദാഹരണങ്ങൾ ചൊന്നു തന്നിട്ട് ഞങ്ങൾ വിവരിച്ച് തണ്ട ചിന്തിക്കിടാറിൽ മാറുകയത്. അപ്പൊ ദുനിയാവുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരു ഉപമയായിട്ട് ഈ ആയത്തിൽ ചൊന്നത്. ഏതുപോലെ? ആകാശത്തിൽ നിന്ന് മല വന്നിട്ടാകുമ്പോൾ നല്ല കൃഷിയാക്കിയിട്ട് ആളുമാർ കൃഷി ആക്കിയങ്ങ് വെക്കുന്നത് ഞങ്ങൾക്ക് കൊയ്തെടുക്കാം. ആ കൊയ്തെടുക്കാണ്ട് ബെരിക്കുമ്പോഴായിട്ടിക്കട് അള്ളാഹുടെ ശിക്ഷ അതുക്ക് പണ്ട് ഒന്നാ ചൂട് കാത്തു വന്ന്, അല്ലെങ്കിൽ ഭയങ്കരമായ മല വന്ന് കാത്തു വന്ന് എല്ലാം കൃഷി പൊടിയായി പോയിട്ട് കൊയ്തെടുക്കുക. ഇപ്പം അങ്ങനെ കൈക്ക് കിട്ടുകൊണ്ട് ബെരിക്കുമ്പോൾ അപ്പം അതുപോലെ ആയിട്ടിക്കട് ദുനിയാവുടെ ജീവിതം. അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ ഉണ്ടല്ലോ മനുഷ്യന്മാരിങ്ങനെ എന്താക്കുന്നത്, കുറേ സമ്പത്തും സ്വത്തും സ്വരൂപിച്ചു കൂട്ടി, ഇതെല്ലാം ഞങ്ങൾ കൊണ്ട് സുഖിക്ക എന്ന് ബെരിക്കുമ്പോഴത്തും അവന് മരണത്തെ മുട്ടെത്തിട്ടാവും. അപ്പൊ ദുനിയാവുടെ ജീവിതം ഇതുപോലെയായിട്ടിക്കട് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുക. ഈയൊരായത്ത് നോക്കാം. ഇത് സൂറത്ത് യൂനുസിൽ 24-ാമത്തെ. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ, അങ്ക് ദുനിയാവുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണത്തെ ചൊന്നു കൊടുക്കുക. അതേതുപോലെ ആകാശത്തിൽ നിന്ന് മല വന്നതുപോലെ. ഫഖ്തലത ബിഹി നബാതുൽ അർദ്,
മല വന്നിട്ടാകുമ്പോൾ എല്ലാം കുടിച്ച് പുല്ലൽ ഇതായിട്ട് പിന്നെ അതെന്തായിട്ട് എല്ലാം പൊടിയായി എല്ലാം വടങ്ങിപ്പോയി ഇല്ലാണ്ടായിപ്പോയി. കാത്തൊക്കെ അതിനെ കൊണ്ടിട്ട് അവിടെ ബിർക്കിടേക്ക് പൊടിയായിപ്പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ചെയ്യും കഴിവുള്ളവൻ. എന്നിട്ട് അല്ലാഹു തആല ചൊല്ല അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സ്വത്തും സമ്പത്തും അത് നാല് സ്വത്ത് സമ്പത്ത് ആൺമക്കൾ ഇതൊക്കെ ദുനിയാവുടെ ചന്തായിട്ടിരിക്കും. അതൊക്കെ ദുനിയാവ് കാണുക ഒരു ചന്ത ഒരു ഭംഗി മാത്രം. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അല്ലാഹുവിന്റെ അടുക്കൽ ആഗ്രഹിക്കപ്പെടേണ്ടതും അതിൽ വെച്ച് ഏറ്റവും ഖൈറായതും പ്രതിഫലം കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായത് ബാഖിയാത്തു സ്വാലിഹാത്തായിട്ടിരിക്കുക. എന്തായിട്ടിരിക്കുന്നത്? ബാഖിയാത്തു സ്വാലിഹാത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ എന്ന് ബാഖിയാത്തു സ്വാലിഹാത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അത് മാത്രമല്ല, ബാഖിയാത്തു സ്വാലിഹാത്ത് ചൊന്നെങ്കിൽ ഒനക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ, അത് നിസ്കാരാവട്ടെ, നോമ്പാവട്ടെ, ഓൻ ചെയ്ത സൽക്കർമ്മങ്ങളാവട്ടെ, നിലനിക്കടതായ സ്വാലിയായ അമലുകളുണ്ട്. പള്ളി കെട്ടിയത്, മദ്രസ കെട്ടിയത്, നാഫിയായ ഇൽമു പഠിപ്പാട്ടി കൊടുത്തത്, ഇതൊക്കെ ഓന് അതായത് ബാഖിയാത്തു സ്വാലിഹാത്തിൽപ്പെട്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന നല്ല കാര്യങ്ങൾ. അതായിട്ട് പ്രതിഫലത്താൽ ഹൈറായതും ആഗ്രഹിക്കപ്പെടേണ്ടതിൽ വെച്ച് ഹൈറായത് എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലെ 45-46 ആയത്തായിട്ട്. ഇനി വഖാല തആല, പിന്നറായത്ത് അല്ലാഹു ചൊല്ലുക, യഅലമു, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവുടെ ജീവിതം, ലഇബുൻ, കളിയായിട്ടിക്കട്, ലഹുവൻ, ലഹുവായിട്ടിക്കട്, കളിയും തമാശയും. ലൈബ് ചെന്നിപ്പോൾ മക്ക കളിക്കില്ലേ, എന്തോ ആവശ്യമില്ലാത്തതിനെ കളിച്ച് വെറുതെ ബുദ്ധിമുട്ടാറുണ്ട് മാത്രം. ലഹു അങ്ങനെ ആവശ്യമില്ലാത്തതിൽ സമയം ചെലവാക്കട്ടെ. ഇതായിട്ടിക്കട് ദുനിയാവുടെ ജീവിതം ചൊല്ലും. വസീനത്തുൻ, പിന്നെ ഭംഗി, വതഫാഖുറുൻ, പവർ കാട്ടൽ, ബൈനക്കും, നിങ്ങളിടയിൽ പവർ കാട്ടണം. അക്കത്തറുണ്ട് ഇത്തറുണ്ട് നാനങ്ങനത്തെ ഇങ്ങനത്തെ. വതകാസുറുൻ ഫിൽ അംവാൽ വൽ ഔലാദ്, നക്ക് മക്കൾ ഇത്തറുണ്ട്, നക്ക് സ്വത്ത് ഇത്തറുണ്ട് ചെന്നിട്ട് പെരുപ്പം കാട്ടണം. കമസലി ഗൈത്തിൻ, ഇതല്ല ഈ ദുനിയാവുടെ ഈ ജീവിതം, കമസലി ഗൈത്തിൻ അജബൽ കുഫാറ നബാത്തു, അതൊരു മല പോലെ ആയിട്ട്. മല വന്നിട്ടാകുമ്പോൾ കാഫിറുക അവനാക്കിയ കൃഷിയിൽ അവൻ സന്തോഷപ്പെട്ടോ, നല്ല കൃഷി എല്ലാം കിട്ടും. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നെ അതൊക്കെ പൊടിയായി പോയി ആ കൃഷി മഞ്ഞ പിടിക്കരുത്. സുമ്മ യകൂനു ഹുതാമ, പിന്നെല്ലാം പൊടിയായി പോകും. നല്ല മല വന്നിട്ടാണ് നല്ല കൃഷി, പിന്നെ ഭയങ്കര ചൂട് കാത്തു വന്നിട്ട് എല്ലാം അടങ്ങി മഞ്ഞലായിട്ട് പിന്നെല്ലാം പൊടിയായിട്ട്. അപ്പോൾ ഫസ്റ്റ് കോർക്ക് ഓന് കാണുക നക്ക് ഈ വർഷം നല്ല കൃഷിയുണ്ട്, കൊയ്തെടുക്കാൻ വേണ്ടിയിരിക്കുന്നത്, പിന്നൊക്കെ അത് പൊടിയായി പോയിട്ട്. അപ്പം ഇതുപോലെ ആയിട്ടിക്കത് ദുനിയാവുടെ ജീവിതം കാണുക ഭംഗിയായിട്ടിക്കത്. അപ്പം ആഖിറത്തുക്ക് വേണ്ടി ചെയ്തതായ അമലുകൾ, അതായത് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതായിട്ടിക്കത് ആഗ്രഹിക്കപ്പെടേണ്ടത്. ഇനി ചിലത് വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദ്, ആഖിറത്തിൽ ശക്തിയായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹിൻ്റെ പക്കൽ നിന്ന് പൊറുത്ത് കിട്ടലുണ്ട്, അള്ളാഹുടെ തൃപ്തിയും കിട്ടലുണ്ട്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവുടെ ജീവിതം ചൊല്ലുന്നത് അത് വഞ്ചനയായിട്ടിക്കത്, വഞ്ചനയല്ലാണ്ട് വേറെന്തുമില്ല. അപ്പോൾ രണ്ട് കാര്യം, ഒന്ന് ദുനിയാവ്, ഒന്ന് ആഖിറ. ഏതായിട്ടിക്കത് ദുനിയാവും ചെന്ന്, ഏതായിട്ടിക്കത് ആഖിറ. പ്രതിഫലം കിട്ടാൻ കാര്യങ്ങളൊക്കെ ആഖിറായിട്ടിക്കത്. അത് സ്വത്താവട്ടെ സമ്പത്താവട്ടെ, പ്രതിഫലം കിട്ടുമോ അത് ആഖിറായിട്ടിക്കത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ സ്വത്തിൽ നിന്ന് ആഖിറത്തുക്ക് വേണ്ടായിട്ട് ഞങ്ങൾ ചിലവാക്കണമെങ്കിൽ അത് ആഖിറും, അത് പ്രതിഫലം നല്ല കാര്യം തന്നെയായിട്ടിക്കണം. അതേപോലെ അത് ദുനിയാവുടെ ആവശ്യത്ത് മാത്രം ചിലവാക്കി തീർക്കണമെന്നുണ്ടെങ്കിലോ അത് കാണുക ഒരു ചന്തവും ഭംഗി മാത്രമായിട്ടിക്കട്. എല്ലാവരും വായിലൊരു പലക്കണ്ട് മറിക്കുമ്പോൾ കൊണ്ടുപോണ്ടാണ് എന്നുള്ളത് സാധാരണ എല്ലാവരും ചൊല്ലൊരു പലക്കായിട്ടിക്കട് അല്ലേ. അപ്പോൾ ആ ദുനിയാവും ആഖിറും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആഖിറായിട്ടിക്കട്. അപ്പോൾ ആഖിറത്തെ വിഷയത്തിലായിട്ടിക്കടെ ചൊന്നെ അത് ഏതായിട്ടിക്കട്, പിന്നെ ആഗ്രഹിക്കപ്പെടേണ്ടതും അമല് ചെയ്യേണ്ടതും ഉദ്ദേശിക്കപ്പെടേണ്ടതും ആഖിറായിട്ടിക്കട് എന്നായിട്ടിക്കട് ഈ ആയത്തുകളിലൊക്കെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനിയും 2-3 ആയത്തുകളുണ്ട്, അടുത്ത ക്ലാസ്സിലാണ് വിശദീകരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
നല്ല മുഅ്മിനീങ്ങളിൽ ഞങ്ങളൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.